ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊരു പൂമാല ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക. അതിന് ശേഷം നടുവേ മുറിച്ചതിന് ശേഷം അതിന് സൈഡുകൾ ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് അത് തുറന്നെടുക്കുക. അതിന് ശേഷം അതിൽ നിന്നും നാല് പീസുകളാക്കിയിട്ട് നമുക്ക് ചെറിയ തുണ്ടുകളാക്കിയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് തുറന്നെടുക്കുക. അതിൽ നിന്ന് നാലായിട്ട് അതിൽ നിന്ന് പീസ് വെട്ടിയെടുക്കുക. ഇനി അതിനെ നമുക്കൊരു ഇതളാക്കി എടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അതിനെ എന്താ പറയുക, മടക്കി എടുക്കുക. നടുവിക്കൂടെ ചെറിയതായിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം കൈകൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡി ആയിട്ട് ഇരുന്നോളും. അപ്പോൾ അതേപോലെ ഒരുപാട് പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുക. നമുക്കൊരു മാല ഉണ്ടാക്കിയെടുക്കാൻ എത്ര വേണ്ടി വരുമോ അത്രത്തോളം എടുക്കണം. ഞാനിപ്പോൾ ഒരു 4 A4 ഷീറ്റ് എന്തോ ആണ് ഇതേപോലെ ചെയ്തെടുത്തേക്കുന്നത്. അതിൽ തന്നെ എനിക്ക് ഇത്രത്തോളം ഇതളുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒരു നൂലിലേക്ക് കോർത്തെടുക്കുന്ന സമയത്ത് സൂക്ഷിക്കുക, സൂചി കയ്യിൽ കയറാണ്ട് വിരലിൽ കയറാണ്ട് സൂക്ഷിക്കുക. സൂചി വെച്ച് നമ്മൾ കയറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഗ്രീൻ കളർ വേണമെങ്കിൽ അതിനൊരു തണ്ട് പോലെ ഒരു ഗ്രീൻ കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ടൈമിൽ കളർ കൊടുക്കാം. അതല്ല കൊടുത്തില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഞാനിവിടെ ഈ സമയത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പെറ്റൽ പിരിക്കുന്ന സമയത്ത് കളർ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മളുടെ മുല്ലപ്പൂമാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.